പ്രളയത്തെ തുടർന്ന് സ്വന്തം വീട് ഉപേക്ഷിച്ച് ഫ്ളാറ്റിലേക്ക് താമസം മാറേണ്ടി വന്നതിന്റെ സങ്കടവും മാനസിക സമ്മർദ്ദവും പങ്കുവച്ച് നടൻ പ്രശാന്ത് അലക്സാണ്ടർ 2018 വീട് നിർമ്മിച്ച ശേഷം ഇത് മൂന്നാമത്തെ തവണയാണ് പ്രളയജലത്തിൽ വീട് പൂർണ്ണമായും മുങ്ങിപ്പോകുന്നത്. കലി തുള്ളിയെത്തുന്ന മഴക്കാലം എത്തുമ്പോഴും ആവർത്തിക്കുന്ന ഈ പ്രളയ ദുരന്തം താങ്ങാനാവാതെയാണ് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിൽ വലിയ ആഗ്രഹത്തോടെ പണിതുയർത്തിയിട്ടുള്ള സ്വപ്നഭവനം വിട്ട് പ്രശാന്തും കുടുംബവും ഫ്ളാറ്റിലേക്ക് ചേക്കേറിയത്. 2018 വീട് വെച്ച് മാസങ്ങൾക്കകം വന്ന പ്രളയം ഒരു ആവർത്തന പേടി സ്വപ്നമാക്കി മാറുമെന്ന് പ്രശാന്ത് ഓർത്തിരുന്നില്ല. 8 വർഷങ്ങൾക്ക് ശേഷം ചരിത്രം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. ഇത് മൂന്നാമത്തെ തവണയാണ് വീട്ടിൽ വെള്ളം കയറുന്നത്. വെള്ളം ഇറങ്ങിയ ശേഷം മാത്രമേ ഇത്തവണ എത്രമാത്രം നാശനഷ്ടമുണ്ടായെന്ന് വിലയിരുത്താനാകൂ എന്നാണ് ഇപ്പോൾ നൽകിയ അഭിമുഖത്തിൽ പ്രശാന്ത് അലക്സാണ്ടർ പറഞ്ഞിരിക്കുന്നത്. അടുത്തിടെ നടൻ പ്രശാന്തും തിരുവല്ല മാർത്തോമ കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറായ അദ്ദേഹത്തിന്റെ ഭാര്യ ഷീബ പ്രശാന്തും മല്ലപ്പള്ളിയിലെ തങ്ങളുടെ വീടിന്റെ അവസ്ഥ എടുത്ത് കാണിക്കുന്ന ഒരു റീൽ പങ്കുവച്ചിരുന്നു. ആറ്റുനോറ്റ് ഞങ്ങൾ പണിത വീടാണ്. 2018 നവംബറിൽ ഞങ്ങൾ താമസിക്കുന്നതിന് മുൻപ് ഓഗസ്റ്റിൽ പ്രളയം കയറി താമസിച്ചു. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ്. ആദ്യമൊക്കെ ചങ്ക് പൊട്ടിയാണ് ഇതിനെ കാണുന്നതെങ്കിൽ ഇപ്പോൾ അതിനെ നോക്കിക്കാണുന്ന കാഴ്ചപ്പാടിലൊക്കെ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. വെള്ളത്തിൽ മുങ്ങിയ വീടിന്റെ വീഡിയോ പങ്കുവച്ച് ഭാര്യ ഷീബ പറയുന്നത് ഇങ്ങനെയാണ്. വെള്ളം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇത് മൂന്നാമത്തെ തവണയാണ് വീടിനെ ബാധിക്കുന്നതെന്ന് പ്രശാന്ത് പറയുന്നുണ്ട്. തുടർച്ചയായി പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ തിരുവല്ലയിൽ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങി അവിടേക്ക് സ്ഥിര താമസം മാറ്റി. ഇത്തവണ ഞങ്ങൾ അവിടെ താമസിക്കാത്തത് കൊണ്ട് ശാരീരികമായി ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല എന്നത് സത്യമാണ്. പക്ഷെ മാനസികമായി ഞങ്ങളെ ആകെ തളർത്തുന്ന അവസ്ഥയാണ്. ഇത് മൂന്നാം തവണയാണ് വെള്ളപ്പൊക്കത്തിന്റെ വെള്ളം ഞങ്ങളുടെ വീട്ടിൽ കയറുന്നത്. 2018 മഹാപ്രളയത്തിലാണ് കുടുംബത്തിന് ആദ്യമായി കനത്ത തിരിച്ചടി ഉണ്ടാകുന്നത്. അന്ന് 2 ലക്ഷത്തിലധികം രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് വീടിനുണ്ടായത്. പിന്നീട് 3 വർഷങ്ങൾക്ക് ശേഷം മുണ്ടക്കയത്തുണ്ടായ വെള്ളപ്പൊക്കവും പ്രദേശത്തെ പാലത്തിന് സമീപം ഏക്കൽ അടിഞ്ഞുകൂടിയതും വെള്ളക്കെട്ടിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു. അന്ന് വീടിന്റെ അകം പൂർണ്ണമായി നശിച്ചു. ഇപ്പോൾ 2026 പ്രളയജലം വീണ്ടും വീടിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2018 വീട് പണിയുമ്പോൾ ഈ പ്രദേശം ഒട്ടും പ്രളയ സാധ്യതയുള്ള ഇടമായിരുന്നില്ല. വീട് പണിതതിന് ശേഷമാണ് 2018 മഹാപ്രളയം വരുന്നത്. അതിനുശേഷവും അത് എപ്പോഴെങ്കിലും ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അപൂർവ പ്രതിഭാസമാണെന്നാണ് ഞങ്ങൾ അന്ന് കരുതിയത്. എന്നാൽ അത് തുടർച്ചയായി ഇപ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ശരിക്കും ഹൃദയം തകർക്കുന്നത് എന്നാണ് പ്രശാന്ത് പറഞ്ഞത്. കാരണം ഞങ്ങൾ അത്രയും ആറ്റുനോറ്റ് സ്വപ്നം കണ്ട് പണിത ഒരു ഭവനം തന്നെയായിരുന്നു അത്. അങ്ങനെ നശിച്ചു പോകുന്നത് ആർക്കെങ്കിലും കണ്ടു നിൽക്കാനാകുമോ? നെഞ്ചു പൊട്ടുന്ന വേദനയുണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത് കാണുമ്പോൾ. ഇത് ഞങ്ങൾക്കല്ല, മറ്റാർക്കായാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. പക്ഷേ അത്രയധികം വേദനാജനകമായിട്ട് ഞങ്ങൾക്കിതൊക്കെ നോക്കി നിൽക്കാനേ ഇപ്പോൾ സാധിക്കുന്നുള്ളൂ. ആ ഒരു വേദനയാണ് ഇപ്പോൾ പ്രശാന്ത് പങ്കുവച്ചിരിക്കുന്നത്. പ്രശാന്തും ഭാര്യ ഷീബയും പങ്കുവച്ച ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് അവരുടെയും അവസ്ഥയും അതുപോലെ പ്രാർത്ഥനകളും അറിയിച്ചത്.